ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ ഒരു വലിയ തോൽവിയാണ് സാന്റോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് വാസ്കോ ഡ ഗാമ അവരെ തോൽപ്പിച്ചിട്ടുള്ളത്. നെയ്മർ ജൂനിയറും കൂട്ടീഞ്ഞോയും പരസ്പരം മുഖാമുഖം വരുന്ന ഒരു മത്സരം എന്ന നിലയിലായിരുന്നു ഈ മത്സരം അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു വലിയ വിജയമാണ് സാന്റോസിന് മേൽ വാസ്കോ നേടിയിട്ടുള്ളത്. ഫിലിപ്പെ കൂട്ടീഞ്ഞോ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. 2 ഗോളുകൾ ഈ മത്സരത്തിൽ സ്വന്തമാക്കാൻ കൂട്ടീഞ്ഞോക്ക് സാധിച്ചിരുന്നു. ഏതായാലും മത്സരശേഷം നെയ്മർ ജൂനിയർ കരഞ്ഞുകൊണ്ടാണ് കളിക്കളം വിട്ടത്. വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് മത്സരശേഷം അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതായത് തൻ്റെ കരിയറിലെ തന്നെ, തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശം തോൽവിയാണ് തനിക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് നെയ്മർ ജൂനിയർ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതാണ് എൻ്റെ കരിയറിലെ ഏറ്റവും മോശം തോൽവി. എനിക്ക് ഇന്ന് ടീമിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇന്ന് ഞങ്ങൾ വളരെ മോശമായിരുന്നു. അത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ പ്രകടനത്തിൽ ഞാൻ പൂർണ്ണമായും അസ്വസ്ഥനാണ്. ആരാധകരാണ് ശരി, അവർക്ക് പ്രതിഷേധം നടത്താനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ഞാൻ ഇതിനു മുൻപ് നേരിട്ടിട്ടില്ല. ദൗർഭാഗ്യവശാൽ ഇതൊക്കെ സംഭവിച്ചു പോയി. ഇന്ന് വളരെ മോശം ദിവസമാണ്. വളരെയധികം വേദനാജനകമായ ഒരു തോൽവിയാണ് ഇത്. എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് മോശം പ്രകടനമാണ് സാന്റോസ് നടത്തുന്നത്. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് പരിശീലകരെ അവർക്ക് പുറത്താക്കേണ്ടി വന്നിട്ടുള്ളത്. ക്ലബർ സേവിയറുടെ സ്ഥാനം കൂടി തെറിക്കാനുള്ള ഒരുക്കത്തിലാണ് അർജന്റീൻ പരിശീലകനായ ജോർഹെ സാമ്പോളി വരുമ്പോൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.